ജൂലൈ മാസം കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അടുത്ത് വരാൻ പോണത് നെക്സ്റ്റ് 15 ഡേയ്സ് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി ഈ ഡെക്കിനെ ഷഫിൾ ചെയ്തിട്ട് കാർഡ്സിനെ ഷഫിൾ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് കാർഡ്സ് എടുത്ത് നോക്കാം എന്താ മെസ്സേജസ്ന്ന്. അപ്പൊ ഞാൻ ഇവിടെ കാണുന്നത് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ ഒരു ഗുഡ് ലക്ക് ഗുഡ് ഫോർച്യൂണിന്റെ കാർഡാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതിന്റെ മുമ്പേ ചില ഇഷ്യൂസ് ഇല്ലിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വരാൻ പോണ സമയം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സമയമായിരിക്കും. ഇതൊരു ഡെസ്റ്റിനിയുടെ കാർഡുമാണ്. അപ്പോ ഡെസ്റ്റിനി നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ എടുത്തിരിക്കണു. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് ചില സഡൻ ചേഞ്ചസ് ആയിരിക്കും, പക്ഷെ അത് ഡെസ്റ്റിൻഡ് ചേഞ്ചസ് ആണ്. അപ്പോ ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ കുറേയൊക്കെ ഡ്രീംസും ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ബിസിനസ്സിലാവാം, റിലേഷൻഷിപ്പിലാവാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരും ലൈഫിൽ. അത് എൻ്റെ ഡ്രീംസും ഗോൾസ് ഒക്കെ ഇപ്പോൾ അടുത്തായിരിക്കണു, എനിക്കിപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ചില വർക്ക് ആവാത്ത സിറ്റുവേഷൻസ്, ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിന് മാറി പോണു. ഓക്കെ, ചില റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നുണ്ട്, ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ബട്ട് അതൊരു നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ ഇവര് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ബിലോങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവരുടെ ജേർണി ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ചില സിറ്റുവേഷൻസും ആൾക്കാര് നിങ്ങളുടെ ലൈഫിന് വിട്ടു പോകണു. ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ ചിലവർക്ക് ഒരു ആക്ച്വൽ പേഴ്സൺ ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വരുന്നുണ്ടാവുക നിങ്ങളുടെ ലൈഫിൽ. അതല്ലാണ്ട് മറ്റവർക്ക് ഇതൊരു ആക്ച്വൽ പേഴ്സൺ ആയിരിക്കില്ല, പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് കൊണ്ടുവരുത്തും. നിങ്ങളെ ഗൈഡ് ചെയ്യണ മാതിരി നിങ്ങൾക്കൊരു ഫീലിംഗ് വരും. ഓക്കെ, അപ്പോൾ ഡെക്കിന്റെ അടിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ചില പാസ്റ്റ് ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ലൈഫിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. ഈ ജൂലൈയുടെ ബാക്കിയുള്ള ദിവസം അതിന് വേണ്ടിയിട്ടാണ്. ഫൈനൽ ക്ലോസിങ് ഔട്ട്. നിങ്ങൾ ഫൈനൽ നിങ്ങളുടെ ലൈഫിന്റെ വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത ആൾക്കാർ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ബിലോങ് ചെയ്യാത്ത ആൾക്കാരും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിന് പോണു. ആൻഡ് അടുത്ത മാസം ആകുമ്പോഴേക്കും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു വെച്ചാൽ കമന്റ്സിൽ യെസ് എഴുതുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.